വിളിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ചതുരംഗസേനയോട് കൂടിയിട്ട് രാജാതു ജനകശ്രീ. ഇപ്പൊ രാജാവ് ജനകനാണെങ്കിൽ ഈ പട്ടാള ഇവിടുന്ന് പോകുന്ന പണിക്കാരുണ്ടല്ലോ, ഈ ദൂതന്മാര്, ഇവര് വേഗം എവിടെ എത്തി? തിരിച്ച് കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞു പുറപ്പാടുണ്ടെന്നും പറഞ്ഞു. ആരുടെ പുറപ്പാട്? ചിലപ്പോ അവർ ഈ ദൂത് പറഞ്ഞിട്ടേ അന്ന് തന്നെ മടങ്ങിയിട്ടുണ്ടാവും. ആര്? ജനകന്റെ ദൂതന്മാര്. ഇദ്ദേഹം എന്നാ പോകുന്നത് അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് വിളിച്ചാവുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവരേതാണ്ട് ഉച്ച തിരിഞ്ഞ നേരത്തെ വന്നു. അപ്പൊ അവരത് പറഞ്ഞ് നേരെ തിരിച്ചും പോകുന്നു. അപ്പൊ അവരേതാണ്ട് ഇവരെത്തണേന്റെ മുമ്പ് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അവര് ജനകനോട് പറഞ്ഞു. അപ്പൊ ജനക മഹാരാജാവ് എന്ത് ചെയ്തു? സന്തോഷിച്ച് കാത്തിരുന്നു. മഹാരാജാവ് ദശരഥനും കൂട്ടരും ഇങ്ങോട്ട് കയറി വരാറായപ്പോഴൊക്കെ തന്നെ ജനകൻ അവിടെ ഇങ്ങനെ ക്ഷമയില്ലാതെ കാത്തിരിക്കുക ദശരഥ മഹാരാജാവിനെ കാണാൻ. ഈ ദശരഥ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ വംശവും പരമ്പരയും അന്ന് വലിയ പ്രശസ്തമായ ഒരു വംശവും പരമ്പരയാണ്. സൂര്യവംശക്കാരാണ്. രഘുവംശം എന്നൊക്കെ കേട്ടിട്ടില്ലേ? വലിയ പേരെടുത്ത വംശക്കാരാണ്. അവിടേക്ക് ഒരു കുട്ടിയെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാഗ്യം. ജനകനാണെങ്കിലും വേറൊരു മഹാജയമായ പരമ്പരക്കാരനാണ്. അപ്പൊ അദ്ദേഹം അതിലേറെ പാരമ്പര്യമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ രണ്ട് മിടുക്കുള്ള മഹിമയുള്ള പാരമ്പര്യമുള്ള കുടുംബക്കാർ തമ്മിലാണ് അപ്പം എന്താവണത്? ഒരു ബന്ധം ഉണ്ടാവണത്, വിവാഹം കൊണ്ടൊരു ബന്ധം ഉണ്ടാവണത്. അപ്പൊ ജനക മഹാരാജാവ് ഈ ദശരഥ മഹാരാജാവും കൂട്ടരും വരുന്ന സമയത്ത് ഓടിച്ചെന്ന് പടിപ്പരയോളം, രാജകൊട്ടാരത്തിൽ പടിപ്പരയില്ലല്ലോ, അവിടെ ഗോപുരല്ലേ, ഗോപുരത്തോളം ചെന്നിട്ട് അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു സ്വാഗതം തേ മഹാരാജ, വെൽക്കം ടു യു. ആരാണ് അത് സ്വാഗതം പറയണം? സന്തോഷം. നമ്മളൊരാൾ വരുമ്പോൾ സ്വാഗതം പറയേണ്ടത് എന്തുകൊണ്ടാണെന്നറിയൂ? അങ്ങയുടെ വരവ് എനിക്ക് സന്തോഷം ഉണ്ടാക്കണമെന്ന് അതിൻ്റെ അർത്ഥം. സ്വാഗതം വരൂ, നന്നായിട്ട് വരൂ, സന്തോഷമായിട്ടു സ്വാഗതം പറഞ്ഞു. ദിഷ്ട്യാ പ്രാപ്തോസി രാഘവ, ഭാഗ്യം കൊണ്ടാണ് അങ്ങപ്പം ഇന്ന് ഇവിടെ വന്ന് കാണാൻ യോഗം ഉണ്ടായത്, സന്തോഷമായേ. അതുകൊണ്ട് പുത്രയോഹോ ഉഭയോഹോ പ്രീതിം ലപ്സ്യസേ. ആ ഉണ്ണിയോള് രണ്ടും ഇവിടെ ഇരിക്കണ്ട കേട്ടോ. ആരെ രണ്ടാളും? രാമനുണ്ണിയും ലക്ഷ്മണനുണ്ണിയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങ് കയറി വന്നോളൂ, ഒന്നും പരിഭ്രമിക്കേണ്ട, സന്തോഷമായിട്ട് ഇങ്ങോട്ട് കയറിക്കോളൂ. അങ്ങനെ നല്ലോണം നന്നായി വർത്തമാനം പറയാൻ ഇഷ്ടമുള്ള മഹാരാജാവ് ആരെ വിളിച്ചു വരുത്തി ഇരുത്തി സൽക്കരിച്ചു. ജനക മഹാരാജാവ് അദ്ദേഹത്തെ സൽക്കരിച്ചു. ഇക്ഷ്വാകു വംശത്തിലെ മഹാത്മാവ് ജനകവംശത്തിലെ മഹാരാജാവായിട്ട് കൂടിക്കണ്ടു. അങ്ങനെ അന്ന് അവിടെ താമസിച്ചു, ജനക മഹാരാജാവിൻ്റെ കൂടെ താമസിച്ചു. പിറ്റേന്ന് നേരം വെളിച്ചായ സമയത്ത് ശതാനന്ദ മഹാരാജാവിൻ്റെ പുരോഹിതൻ ശതാനന്ദനെ വിളിച്ചിട്ട് പറയും ചെയ്തു. അപ്പൊ ഇവർ തമ്മിൽ കൂടി കണ്ടപ്പോഴാണ് ഒരു ചർച്ച ഉണ്ടായത്. ഇദ്ദേഹം ജനക മഹാരാജാവ് പറഞ്ഞു, എനിക്ക് 2 കുട്ടികളാ, പെൺകുട്ടികള്. എൻ്റെ അനിയനും ഉണ്ട് 2 കുട്ടികള് പെൺകുട്ടി, അതും പെൺകുട്ടികൾ തന്നെയാണ്. ഇവിടുത്തെ കേച്ചാൽ 4 ഉണ്ണിയോളും ഉണ്ട്. അപ്പം മഹാരാജാവ് ചോദിച്ചു, എന്നാ നമുക്ക് 4ൻ്റെയും കൂടിയാണ് നടത്തിയാലോ ചോദിച്ചു. ആര്? ജനകനും ദശരഥനും കൂടിയേ. അവരാണ് ഒന്നിൻ്റെതേ നമ്മൾ കണക്കാക്കിയറന്നുള്ളൂ. വില്ലിന്റെ മുകളില് ഏതിന്റെ? വില്ലിന്റെ മുകളിൽ വീരശുൽക്കം എന്ന് പറഞ്ഞ സീതയ്ക്കല്ലേ ഉള്ളൂ. അപ്പോഴല്ലേ ചോദിച്ചത്. ഇവിടെ വെച്ചാൽ ഒപ്പത്തിനൊപ്പം 4 കുട്ടികളാ, അവിടെയാണെങ്കിലോ ഒപ്പത്തിനൊപ്പം 4 കുട്ടികളുണ്ട്. അപ്പൊ എന്നാ അങ്ങനെയായാലോ ചോദിച്ചു. അപ്പൊ ദശരഥ മഹാരാജ് പറഞ്ഞു, എന്താ അത്ര സംശയം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഒരു വിഷമവുമില്ല. എനിക്കൊരു അനിയനുണ്ട്, മഹാകേമന, കുശധ്വജൻ എന്ന പേര്. കുശധ്വജന് മാണ്ഡവി ശ്രുതകീർത്തി എന്ന് പറഞ്ഞിട്ട് 2 പെൺകുട്ടികളാ, 2 കിടാങ്ങളുണ്ട്, പെൺകിടാങ്ങൾ. ആർക്കാണ്? ജനക മഹാരാജാവിന്റെ അനിയൻ കുശധ്വജന്റെ പുത്രിമാര് 2 കുട്ടികള്, മാണ്ഡവിന്നും ശ്രുതകീർത്തി എന്നുമാണ് അവരുടെ പേര്. അങ്ങനെ 2 കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ വെച്ചാൽ 4 പുത്രന്മാരും ഉണ്ടല്ലോ. രാമനും ഉണ്ട്, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. അപ്പൊ നമുക്ക് അങ്ങനെ ആയാലും എന്താ ചോദിച്ചു. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നന്നായി, അതങ്ങനെ തന്നെ ആവാം, വിഷമമില്ല, വിരോധമില്ല. വലിയ സന്തോഷമായിട്ട് ഇവര് അപ്പോഴേക്ക് വസിഷ്ഠ മഹർഷിൻ്റെ കൂടെ വസിഷ്ഠ മഹർഷി വന്നു. എന്നിട്ട് പരമ്പരയൊക്കെ പറയണല്ലോ 2 കൂട്ടര് വിവാഹം തുടങ്ങുമ്പോൾ അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ വിവാഹത്തിന് തുടങ്ങുന്ന സമയത്ത് ആരാര് ഏതേത് സമ്പ്രദായത്തിൽ ഉണ്ടായി എന്നൊക്കെയുള്ള ഈ പാരമ്പര്യം പറയണം, എന്നാലേ എന്തുണ്ടാവുള്ളൂ ഇവരുടെ ഈ വംശം. അതായത് വിവാഹം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്നതിലുപരി 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെയൊക്കെ നാട്ടില്. അതിലുപരി ഇവിടെ ആവുമ്പം 2 വംശങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടി ആണ്. ദശരഥൻ ഏത് വംശക്കാരനാണ്? സൂര്യവംശക്കാരൻ. ജനകൻ സോമവംശക്കാരനാണേ. മനസ്സിലായില്ലേ? അപ്പൊ സൂര്യവംശവും ചന്ദ്രവംശവും കൂടിയുള്ള ചർച്ചയുടെ കല്യാണം. മാത്രമല്ല 2 രാജ്യക്കാര് തമ്മില്, മാത്രമല്ല 2 മഹിമകൾ തമ്മില്, അങ്ങനെയൊക്കെ വലിയ മഹത്വങ്ങൾ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വിവാഹം എന്ന് പറഞ്ഞാൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടി ഉണ്ട്.
അപ്പം ഇവിടുത്തെ മകനും അവിടുത്തെ മകളും കൂടി വിവാഹം കഴിഞ്ഞ ഇവിടുത്തെ മകളും അവിടുത്തെ മകനും കൂടിയാണെങ്കിലും കുട്ടികൾ തമ്മിലാണ് ബന്ധം ഉണ്ടാക്കണേ വെച്ചാലും ആ കുടുംബങ്ങൾ തമ്മിലും കൂടി വലിയ എന്തായി ബന്ധമില്ലേ. നമ്മൾ പറയാറില്ലേ, അതിപ്പം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നമ്മുടെ വിശേഷമാണ് ഇല്ലേ, അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മുടെ പ്രത്യേകതയാണ്, അവിടെ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ നമ്മുടെയും കൂടി ദുഃഖമാണ്, ശരിയല്ലേ? അവിടെ സദ്യ ഉണ്ടെങ്കിൽ വിളമ്പാൻ നമ്മളുണ്ടാവും, അവിടെ വല്ലവരും മരിച്ചു പോയാൽ നെഞ്ചത്തടിക്കാനും നമ്മൾ ഉണ്ടാവും. എന്നാൽ ഈ കല്യാണം ഉണ്ടാവണതിൻ്റെ ഒരു കഷ്ടി ഒരു 5-6 മാസം മുമ്പ് വെച്ചാൽ അവിടെ വിളമ്പാനും നമ്മളുണ്ടാവില്ല, അവിടെ നെഞ്ചത്തടിക്കാൻ നമ്മൾ പോവില്ല, നമ്മൾ അവർ തമ്മിലൊരു ബന്ധവും ഇല്ല. പിന്നെ ഈ ബന്ധം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഈ കുട്ടികൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാവുമ്പോൾ കുടുംബങ്ങൾ തമ്മിലും കൂടി ബന്ധം ഉണ്ടാവുക എന്ന്. 2 രാജവംശങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഈ മഹാരാജാവിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യമൊക്കെ വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുത്തു. ആരുടെ പാരമ്പര്യം? ശ്രീരാമന്റെ പാരമ്പര്യം പറയണ്ടേ? വസിഷ്ഠര് മുമ്പിലേക്ക് നിന്നിട്ട് ഇങ്ങനെ കേമായിട്ട് ഓരോന്നായിട്ട് വിസ്തരിച്ച് ആ പരമ്പരയിലുണ്ടായ രാജാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ശതാനന്ദ മഹർഷി എന്ത് ചെയ്തു? ജനകന്റെ പരമ്പരയിലുണ്ടായ ജനക പരമ്പരയും വർണ്ണിച്ചു കൊടുത്തു. ഓരോരുത്തരായിട്ട് ഉണ്ടായി. അങ്ങനെ വിവാഹത്തിനൊക്കെ പുറപ്പെട്ടു. സീതാം രാമായ ഭദ്രം തേ ഊർമിളാം ലക്ഷ്മണായ ച വീര്യശുൽക്കാം മമ സുതാം സീതാം സുരസുതോപമാം ദ്വിതീയാമൂർമിളാം ചൈവ ത്രിർവദാമി ന സംശയ. അതാണ്ടായത്. ഇദ്ദേഹത്തിന്റെ അയോനിജയായിട്ടുണ്ടായ മകളാണ് സീതാദേവി. അദ്ദേഹത്തിന്റെ ഭാര്യയിലുണ്ടായ മകളാണ് ഊർമിളാദേവി. പിന്നെ അനിയന്റെ ഭാര്യയിൽ 2 മക്കളുണ്ടായതാണ് ഏത്? ഈ പറയുന്ന മണ്ഡവി, ശ്രുതകീർത്തി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കുക. പിന്നെ ഇപ്പൊ എന്താ വെച്ചാല് ഈ ഇപ്പം മഖാഹ്യദ്യ മഹാബാഹോ തൃതീയേ ദിവസേ പ്രഭോ. ഇന്നിപ്പം മകാണ്. മകച്ചാൽ മക നക്ഷത്രാണേ, മനസ്സിലായില്ലേ? ഇന്നിപ്പം മകല്ലേ. അപ്പൊ ഇന്നിപ്പോ എന്താ ചെയ്യാം? നമുക്ക് മകം കഴിഞ്ഞ് നമുക്ക് മറ്റന്നാളാവാം എന്ത് കല്യാണത്തിന് മുഹൂർത്തം കണക്കാക്കല്. ഇന്ന് മകാണെങ്കിൽ മറ്റന്നാൾ എന്താവും നക്ഷത്രം? അതായത് ഇവിടെ പറയും, പ്രത്യേകം പറയും, ഫൽഗുന്യാം ഉത്തരേ രാജൻ തസ്മിൻ വൈവാഹികം ഗുരു. അതാണ് എന്താ ഉത്തരേ എന്ന് പറഞ്ഞാൽ ഉത്തരത്തിനാവാം. ഫൽഗുനി എന്ന് പറഞ്ഞാൽ ഉത്തരത്തിന് എന്ത് ചെയ്യാം? രാജാവേ അന്ന് മുഹൂർത്തം കണക്കാക്കാൻ കല്യാണത്തിന് നല്ല മുഹൂർത്തം ആയിക്കോട്ടെ എന്ന് അങ്ങനെ ആവാമെന്നും പറഞ്ഞു. അങ്ങനെ വിവാഹത്തിന് പുറപ്പെട്ടു. ഗോദാനാദികളൊക്കെ ചെയ്തു വേണ്ട മാതിരി. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഫൽഗുനി എന്ന് പറഞ്ഞാൽ ഉത്തര നക്ഷത്രത്തിന്റെ അന്ന് അവരെന്ത് ചെയ്തു? എന്താ ഈ ഫൽഗുനി? ഉത്തര നക്ഷത്രം കല്യാണത്തിന് മഹാഗേമാണ്. എന്തുകൊണ്ട്? ഉത്തരേ ദിവസേ ബ്രഹ്മൻ ഫൽഗുനീഭ്യം മനീഷിണ വൈവാഹികം പ്രശംസന്തി ഭഗോ യത്ര പ്രജാപതി. ഈ ഉത്തരത്തിന്റെ ദേവത, ഉത്തര നക്ഷത്രത്തിന്റെ ദേവത ഭഗനാണ്. എത്ര പ്രജാപതി ഭഗനാണല്ലോ ദേവത. അതുകൊണ്ട് കല്യാണത്തിന് കേമാണെന്ത്? ഉത്തര നക്ഷത്രം അന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സംശയം 2 കുട്ടികൾക്ക് സമ്മതമായി. അപ്പം അങ്ങനെ എന്ത് ചെയ്തു? ഈ കുട്ടികളെ 4 പേരെയും വിവാഹത്തിനായിട്ട് ഒരുക്കി. 4 പെങ്കടങ്ങൾ 4 കുമാരന്മാരായിട്ട് വിവാഹം കഴിക്കുകയാണ്. അന്ന് അഗ്നിയൊക്കെ ജ്വലിപ്പിച്ച് പുരോഹിതന്മാരൊക്കെ പുറപ്പെട്ടു. അങ്ങനെ രാമൻ സീതാദേവിയെ വിവാഹം ചെയ്തു. ലക്ഷ്മണൻ ഊർമിള എന്ന് പറഞ്ഞ കുട്ടിയെ വിവാഹം ചെയ്തു. ഭരതൻ മണ്ഡവി വിവാഹം ചെയ്തു. ശത്രുഘ്നൻ ശ്രുതകീർത്തി എന്ന് പറഞ്ഞ കുട്ടിയും വിവാഹം ചെയ്തു. 4 പേരും 4 കുട്ടികളെ വിവാഹം ചെയ്തു. സന്തോഷമായി, എല്ലാവർക്കും വലിയ കാര്യമായി. അപ്പൊ അതുകൊണ്ട് ഇത്രയൊന്നും കണ്ട് നന്മയുണ്ടാവും എന്ന് വിചാരിച്ചില്ല. സീതയുടെയും രാമന്റെയും കാര്യം മാത്രമേ എല്ലാവരും കണക്കാക്കിയുള്ളൂ. പക്ഷെ ആ കൂട്ടത്തിൽ എന്തും കൂടി നേരെയായി കിട്ടി. 4 കുട്ടികളുടെ കാര്യം ഇവിടെയും അവിടെയും സന്തോഷമായിട്ട് കഴിയും. ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞു. വിവാഹത്തിന് നമ്മുടെ നാട്ടിൽ എന്താ പേര് പറയുക? സദ്യ, കല്യാണം എന്നല്ലേ പറയുക? കല്യാണം എന്നാ നമ്മുടെ നാട്ടിൽ പറയും. വടക്കോട്ട് പോയാലോ, ഇപ്പൊ തലശ്ശേരി വടകര ഭാഗത്തേക്കൊക്കെ പോയി എന്താ പറയുക? മംഗളം വാരിക. മംഗളം എന്നൊന്നും പറയില്ല, മംഗലം എന്നാ പറയുക അവര്. അവിടുത്തെ നാടൻ ഭാഷയിൽ മംഗലം എന്ന് പറയും. മംഗലം ചൽ മംഗളം. എന്താ വാക്കിന്റെ അർത്ഥം? കല്യാണം, മംഗളം, ശുഭം എന്നാണ്. കല്യാണം എന്ന് പറഞ്ഞാലും മംഗളം എന്ന് പറഞ്ഞാലും ശുഭം, ശുഭകർമ്മങ്ങൾക്ക് ആ പേര് പറയുക. ശുഭായി എന്നർത്ഥം. നോക്കൂ, ശുഭായി. എന്ത് ശുഭായി? ഈ കല്യാണക്രിയ, അതായത് വൈവാഹിക ക്രിയ വളരെ ഭംഗിയായിട്ട് തീർന്നു. 4 പേരുടെയും വിവാഹം. ഈ 4 പേര് കുമാരന്മാരെ വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? അന്ന് അവിടെ താമസിച്ചു. വിവാഹം കഴിഞ്ഞ ദിവസം ജനകന്റെ കൊട്ടാരത്തിൽ സന്തോഷമായിട്ട് കഴിച്ചു കൂട്ടിയിട്ട് പിറ്റേന്നാൾ അവരെന്ത് ചെയ്തു? അധരാത്രിയം വ്യതീതായാം വിശ്വാമിത്രോ മഹാമുനി ആപൃഷ്ട്വാദൗ ച രാജാനൗ ജഗാമ ഉത്തരപർവ്വതം. അതാണ് അതിൻ്റെ പ്രത്യേകത. കല്യാണമൊക്കെ കഴിഞ്ഞു. അന്ന് അവിടെ കഴിച്ചു കൂട്ടി. മഹർഷി എന്ത് ചെയ്തു? നമ്മുടെ മഹർഷിയില്ലേ? മഹർഷി? അതതിൻ്റെ ഇടയ്ക്ക് മറന്നു. ഇതാണ് പറയണത്, മറക്കും. കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവരും മറന്നു. ആരെ?
വിശ്വാമിത്ര മഹർഷി ഉണ്ട് അവിടെ, അദ്ദേഹമാണല്ലോ ഇതിനൊക്കെ ഒപ്പം നിന്ന് ഒക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നേരെയാക്കിച്ചൊക്കെ യോജിപ്പിച്ചത്. ആ മഹാത്മാവ് എന്ത് ചെയ്തു? അന്ന് രാത്രി ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ സന്തോഷമായിട്ട് കഴിച്ചു കൂട്ടി. പിറ്റേന്നാൾ രാവിലെ അദ്ദേഹം എല്ലാരോടും യാത്ര പറഞ്ഞ് അദ്ദേഹം ജഗാമ ഉത്തരപർവ്വതം ഹിമാലയത്തിലേക്ക് പോയി. എന്താല്ലേ, കുട്ടികളെ രണ്ടിനും കല്യാണം കഴിപ്പിച്ച് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇനി പോകുമ്പം ആ ഓട്ടോറിക്ഷ സ്ഥലം ഉണ്ടാവില്ലേ, കൊണ്ടേക്കോളൊന്നും പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ പഴുതുണ്ടാവുമല്ലോ, അങ്ങനെ കൊണ്ട് ശരിയല്ലേ ഇത്. അച്ഛൻ്റെ അടുത്തുനിന്ന് കുട്ടി കൊണ്ടുവന്നു. ഈ വിശ്വാമിത്രർ ഇത്രയും നേരം ചെയ്ത പണി എന്താ? അദ്ദേഹത്തിൻ്റെ യാഗരക്ഷ ഒരു അര പേജിൽ 10 വരിയിൽ പറഞ്ഞപ്പോൾ തീർന്നു. ഇത്രയും നേരം പറഞ്ഞ പിന്നെ എന്ത് കേമത്തിലാ പറഞ്ഞത്? കുറച്ച് ദിവസയിൽ തടങ്ങിയിട്ടിപ്പോൾ തീർന്നു. ശരിയല്ലേ ഇത്? യാഗരക്ഷയ്ക്കാന്നും പറഞ്ഞിട്ടാ കൊണ്ടുപോയത്. പക്ഷെ യാഗരക്ഷ എത്രയേ ഉണ്ടായുള്ളൂ? ഒരു ലേശം, ഒരു 6 ദിവസത്തെ പണിയേ ഉണ്ടായുള്ളൂ. അത് 6 ദിവസത്തെ പണി 10 ശ്ലോകം കൊണ്ട് കഴിയുകയും ചെയ്തു. പക്ഷെ ഇത്രയും ദിവസം ഉണ്ടായ പണികൾ ചെന്നു കൊണ്ടുവന്നു കാട്ടില് പറമ്പിൽ കിടത്തി ഉറക്കി, ബലിയും അതിബലിയും പറഞ്ഞു കൊടുത്തു. അവിടുന്ന് അസ്ത്രശസ്ത്ര വിദ്യകളൊക്കെ കൊടുത്തു, തടകയെ കാണിച്ചു കൊടുത്തു, തടകാവനം നേരെയാക്കി. അന്ന് അവിടെ താമസിപ്പിച്ചു, മഹർഷിമാരുടെ കൂടെ ഇരുത്തി വർത്തമാനങ്ങൾ പറയിച്ചു, കഥകൾ കേൾപ്പിച്ചു, സന്ധ്യാവന്ദനം ചെയ്യിച്ചു, കിടത്തി ഉറക്കി, കൂടെ കിടന്ന് ഉറങ്ങി, വിളിച്ച് ഉണർത്തി, കൊണ്ടുവന്ന് കുളിപ്പിച്ചു, ആഹാരം കഴിപ്പിച്ചു, പിന്നെയും കൂടെ കൊണ്ടു നടന്നു. അങ്ങനെ യജ്ഞരക്ഷ ചെയ്യിച്ചു, രാക്ഷസന്മാരെയൊക്കെ അമർത്തിച്ചു, ഒതുക്കിച്ചു, ക്ഷത്രിയകുമാരന്മാരാണെന്ന് തോന്നിപ്പിച്ചു. ഇനി രാജ്യം ഭരിക്കാൻ വിഷമല്ല എന്ന് കുട്ടികൾക്കൊരു ബോധ്യം വരുത്തിച്ചു. ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊരു തോന്നല് ഉണ്ടാക്കിച്ചു. ആരെ ചെയ്തത് ഇതൊക്കെ ഇല്ലേ? അപ്പൊ വിശ്വാമിത്രൻ എന്തിനാ കുട്ടികളെ കൊണ്ടുവന്നത്? കഴിച്ചോ? അവിടെ കഴിച്ചോ? യജ്ഞം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ? കുട്ടികളെ വേണമെങ്കിൽ അടുത്ത ഓട്ടോറിക്ഷ വിളിച്ച് കുഞ്ഞാൾ പൊക്കോളൂ, കുടുംബത്തേക്ക് പൊക്കോളൂട്ടോ, നേരെ പോണേ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നോക്കണേ എന്നൊക്കെ പറഞ്ഞയച്ചാൽ മതി. ശരിയല്ലേ? പറഞ്ഞയച്ചില്ല. എന്ത് പറഞ്ഞു? പുണ്യാളോ വേണച്ചാ പോന്നോളൂ, നമുക്കൊന്ന് പോവുക, കാണാലോ. എന്ത് വില്ലേ? ഏത് വില്ലേ? ജനകന്റെ. എന്നിട്ട് കൂടെ കൂട്ടി, എന്നിട്ട് കൊണ്ടുപോന്നു. എന്നിട്ട് ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് വില്ല് കാണിച്ചു കൊടുത്തു. പൊക്കാമോ, വലിക്കാമോ, മുറിക്കാമോ, എടുക്കാമോ, കൊടയാമോ എന്നൊക്കെ ചോദിച്ചു. എല്ലാം സമ്മതവും കൊടുത്തു. കുട്ടികൾ ആ ഗുരുനാഥനെ തൊഴുതു, വില്ലെടുത്തു, കൊലച്ചു, പരീക്ഷയായി. അപ്പൊ അച്ഛൻ വന്നു, അമ്മ എല്ലാവരും വന്നു, അമ്മാവൻ വന്നു, എല്ലാവരും വന്നു. കേമായി ഗുരുനാഥന്മാരെത്തി, പടത്തലവന്മാര് വന്നു, സുമന്ത്രര് വന്നു, എല്ലാ കാരണവന്മാരും വേണ്ടപ്പെട്ടവരൊക്കെ ആയപ്പം കുട്ടികൾ 4 പേരും ഇല്ലേ കൊല്ലണം ഇവള നീ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നാലോ കല്യാണം ഇതുമൂലം. അത്രയ്ക്ക് ഇങ്ങോട്ട് കല്യാണാവുന്ന ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല. കല്യാണം വെച്ചാൽ അവിടെ ഉദ്ദേശിച്ചത് എന്താണ്? മംഗളായി, ശുഭായി എന്നേ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പൊ ഇവിടെ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ കല്യാണം കൂടി ആയി ആ കുട്ടികളെ. അതായത് ഈ രാമലക്ഷ്മണന്മാര്, കുമാരന്മാര്, ചെറിയ കുട്ടികള് എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളും പഠിച്ച പാകായി യോഗ്യന്മാരായിട്ടിരിക്കെ, എന്നാലോ അറ്റുനൂറ്റുണ്ടായ ഉണ്ണിയോള് എന്നുള്ളൊരു വാത്സല്യ കൂടുതലോണ്ടുള്ളൊരു ഒരു അതൊക്കെ ഉണ്ട്, ഒരു നിവൃത്തിയില്ലായുണ്ട്. അവിടെ നിന്നാണ് ആ കുട്ടികളെ ആര് കൊണ്ടുപോകുന്നത്? ഇത്തിരി മുഷിഞ്ഞിട്ടാണെങ്കിലും പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്നു. എന്തിന്? നാളെ രാജ്യം ഭരിച്ച രാജാവാവണ്ട കുമാരന്മാര് യോഗ്യന്മാരാവണം എന്നൊരു ഉറപ്പാർക്കുണ്ട്. ആ ഗുരുനാഥനുണ്ട്. അദ്ദേഹം കാട്ടിലും മേട്ടിലും പുഴക്കരയിലും പാറയുടെ മുകളിലും ഇല്ലേ രാക്ഷസന്മാരുടെ നടക്കും കാട്ടാളന്മാരുടെ ഇടയ്ക്കും ജന്തുജീവജാലങ്ങളുടെ ഇടയ്ക്കും ഇരുത്തിയും കിടത്തിയും മുറക്കിയും നടത്തിയും കൊണ്ടുവന്നു. കാട്ടാളത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ദുഷ്ടത്തിയാച്ചാൽ കാട്ടാളത്തെയും കൊല്ലാൻ വിഷമല്ല. രാജാവാകുമ്പോൾ ജാതി നിയമമൊന്നും കൊണ്ട് നടക്കരുത്, സൂക്ഷിച്ചോളൂ. പ്രായോഗികത വേറെ, സൈദ്ധാന്തികത വേറെ എന്ന് പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി പറഞ്ഞു. അവിടെ പറഞ്ഞു, രാജ്യം ഭരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് ഉണ്ണി എന്ന് പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ടോ? അപ്പൊ ഈ ഉണ്ണി രാജ്യം ഭരിക്കുന്നതൊക്കെ വേണ്ടിവരും നിശ്ചിതല്ലേ കൊണ്ടുവന്നത്. അതും കഴിഞ്ഞ് തന്റെ യജ്ഞരക്ഷയ്ക്ക് സുബാഹുമാരീജന്മാരെയൊക്കെ വേണമെങ്കിൽ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ആ പിശാത്തി അവിടെ കുത്തി നിർത്തിയാൽ മതി. ഒടിയനൊന്നും അല്ലെങ്കിലും എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? ഒടിയൻ എന്നൊക്കെ. ആ ഒടിയൻ വന്നു മറിഞ്ഞു കുത്തി വന്നപ്പോ മുത്തശ്ശൻ എന്താ ചെയ്തത്? കാളയുടെയും പോത്തിന്റെയും രൂപത്തിലാ വന്നത്. മുത്തശ്ശനെ മനസ്സിലായി. മുത്തശ്ശനെ ജപിച്ചിട്ട് ഒരു വരയും കിட்ட വരച്ചിട്ട് പിശാത്തി അവിടെ കുത്തി വെളിച്ചാകുമ്പോ നോക്കുമ്പോ അങ്ങനെ നിക്കണോ? ആര് കേട്ടിട്ടില്ലേ? കഥകൾ എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ കേട്ടിട്ടില്ലേ? അതാണ് അത്ര നമ്മുടെ നാട്ടിലെ മുത്തശ്ശനാ ഇതിങ്ങനെ നിർത്താച്ചാൽ മറ്റേ 2 ഒടിയന്മാര്. ഏത് 2 ഒടിയന്മാര്? സുബാഹുമാരീജന്മാരെയൊക്കെ ഒരു പിശാത്തി ഒന്നും വേണ്ട, ഒരു മുട്ടുസൂചിയിൽ കുത്തി നിർത്താനേ ഉള്ളൂ ആർക്ക്? ഈ വിശ്വാമിത്ര. അത് വൈകുന്നേരം തലേന്നാളെ വൈകുന്നേരം കുത്തി നിർത്തിയിട്ട് ഒന്ന് കുളിയും കഴിഞ്ഞ് യജ്ഞദീക്ഷം ചെയ്ത് പിറ്റേന്ന് വന്ന് യജ്ഞം കഴിച്ച മുണ്ട് കുടഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് എങ്ങടാച്ചാ പോവുക വേണ്ട. അതിന് ആരുടെ ആവശ്യമൊന്നും ഇല്ല. രാമന്റെ ലക്ഷ്മണന്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളത് വസിഷ്ഠര് പറഞ്ഞു കൊടുത്തപ്പം ദശരഥന് തോന്നിയില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് തോന്നുന്നില്ലേ?
അപ്പൊ ഈ കുട്ടികളെ കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല? വിശ്വാമിത്ര മഹർഷിക്ക് ഒന്നും നേടാനായിട്ടല്ല, നാളെ അയോധ്യ രാജ്യത്ത് നേടാനുള്ളവർ അവിടെയുള്ള പ്രജകളാണ്, അവർക്ക് വേണ്ട നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ട പ്രാഗപ്പെടുത്തൽ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കാനാണ് ആര് കൊണ്ടുവന്നത്. നല്ല ട്രെയിനിങ് ആയിപ്പോയില്ലേ? ഈ ട്രെയിനിങ് ഒക്കെ ഇനി ആവശ്യം വരും, നമുക്ക് കാണാം. അപ്പോഴാണ് ഒരു കൂസലില്ല, എൻ്റെ മുണ്ടും ചുറ്റിയാണ്ട് പോകാൻ പുറപ്പെടുമ്പം പരിഭ്രമം, സീതാദേവി പരിഭ്രമിക്കുമ്പോഴും രാമന് പരിഭ്രമല്ലേ, എന്താ കാരണം? പണ്ട് ട്രെയിനിങ്ങിന്റെ കാലത്ത് എന്തൊക്കെ നമ്മളെപ്പോഴും പറയില്ലേ, പണ്ട് ട്രെയിനിങ്ങിന്റെ കാലത്ത് ഞാൻ എന്തൊക്കെ ഒന്നും ഉണ്ടാവില്ല, ഇഡലി കഴിച്ചതാവും. എന്നാലും നമ്മൾ പഴയ കാലത്ത് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ചില സാഹസികമായ പ്രവൃത്തികളൊക്കെ അതിന് ശേഷമുള്ള കാലത്ത് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ബോധ്യം നമ്മൾ എന്ത് ചെയ്യിക്കും? ചില ധീരമായ ഭാവങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഉണ്ടാക്കിച്ചു തരാൻ അതൊക്കെ കാരണമാവും. പ്രത്യേകതയുണ്ട്. രാമനെയും ലക്ഷ്മണനെ അനുഗ്രഹിച്ചു. വിശ്വാമിത്ര മഹർഷിയുടെ ഉത്തരവാദിത്തം തീർന്നു. ഇനി ഇവിടെ പറ്റിക്കൂടേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ജഗാമ പോയി. എവിടേക്ക്? ജഗാമ ഉത്തരപർവ്വതം. ഉത്തരപർവ്വതം വടക്കേ പർവ്വതത്തിലേക്ക് പോയി. എല്ലാവരോടും യാത്ര പറഞ്ഞു. എങ്ങനെ? കുമാരാംശ്ച രാഘവകുമാരന്മാരെ 4 പേരെയും ആശീസ് അങ്ങോട്ട് കൊടുത്ത് അനുഗ്രഹിച്ചങ്ങോട്ട് നിറച്ചിട്ടാ പോയത്. ഒന്നിനും ചെറിയ ആശീസല്ല, നിറയെ ആശംസിച്ചു, നല്ലോണം അനുഗ്രഹിച്ചു. എന്നിട്ട് വിശ്വാമിത്ര മഹർഷി പോയി. വിശ്വാമിത്ര മഹർഷി പോയപ്പം മിഥില രാജാവ് ജനകൻ പറഞ്ഞു, സന്തോഷായി, ആവാം നന്നായിട്ട്. അപ്പൊ ദശരഥ മഹാരാജാവും പറഞ്ഞു, കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി ഇവിടെ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കും പോവാം. ആയിക്കോട്ടെ, പോവാം. ജനകൻ ആശംസ കൊടുത്തു, സമ്മാനങ്ങളൊക്കെ കൊടുത്തു, കുട്ടികളെയൊക്കെ അനുഗ്രഹിച്ചു, സന്തോഷമായിട്ട് അകമ്പടിയൊക്കെ പറഞ്ഞയച്ചിട്ട് ആരെയും പറഞ്ഞയച്ചു. രാമലക്ഷ്മണന്മാരും ഈ ഭരതശത്രുഘ്നന്മാരും അവരവരുടെ ഭാര്യമാരോട് കൂടി ദശരഥ മഹാരാജാവ് പരിവാരങ്ങള്, മന്ത്രിമാര്, ബന്ധുക്കള്, വസിഷ്ഠ വാമദേവാദികളായ പുരോഹിതന്മാര് എല്ലാവരോടും കൂടിയിട്ട് എങ്ങോട്ട് നടന്നു? അയോധ്യയിലേക്ക് മടങ്ങാണേ. ചതുരംഗപ്പടയുണ്ട് കൂടെ. നമ്മൾ പറഞ്ഞില്ലേ ചതുരംഗപ്പട കൂടെ. ചതുരംഗപ്പട എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആന, തേര, കാലാള്, കുതിര പറഞ്ഞ 4 ജാതി പട്ടാള സന്നാഹങ്ങളും ഉണ്ട്. ഇവരൊക്കെ ആയിട്ട് പോണ സമയത്താണ് അവരെങ്ങനെ അയോധ്യാധിപതി അങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് ഋഷിമാരും ഒക്കെ കൂടെ പുറപ്പെട്ടു. ഇവരിങ്ങനെ പോരുന്ന സമയത്ത് ഈ കല്യാണം കഴിഞ്ഞ് മടങ്ങി പോരുന്ന ആ മടക്കയാത്രയില്ലേ, ഈ മടക്കയാത്രയ്ക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് പുറപ്പെടുമ്പം എന്താന്ന് വെച്ചില്ല, ചില ദുശകനങ്ങളൊക്കെ ഇങ്ങനെ പുറപ്പെടുക. കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പം ആദ്യമായിട്ട് ഇങ്ങനെ പോകുമ്പം എന്ത് വേണം? ശുഭ ശകുനങ്ങളാണല്ലോ കാണേണ്ടത്. ഈ തിരുവനന്തപുരത്തേക്കൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്, പണ്ടോ ഇഷ്ടമല്ല കേട്ടോ. അവിടെയൊക്കെ ഈ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ പോണ സമയത്ത് ശുഭമായിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പം ഒരാള് ഒരു പശുവിനെ ഇങ്ങനെ കെട്ടഴിച്ച് കയറും പശുവായിട്ട് അങ്ങനെ വിലങ്ങനെ അങ്ങോട്ട് പോകുത്രേ. അതിനെ കണ്ടും കൊണ്ടാണ് ആര് പോവുക? പശുവും കയറും പിടിച്ചിട്ട്, കിടാവും പശുവും കയറുമായിട്ട് ഒരുത്തൻ എങ്ങനെ പോവാ? പശുവിനെ കണ്ട കയറ് പിടിച്ചോനെ കണ്ട എന്താണെന്ന് അറിയില്ല കേട്ടോ. അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, അത് നോക്കണ്ട. ചിലപ്പോൾ നമ്മൾ പശുവിനെ നോക്കണതിന് പകരം ഇങ്ങോട്ട് നോക്കൊണ്ടാവും ചിലപ്പോൾ ചിലതൊന്നും നേരെയാവാണ്ട പോണത്. ഏത് ആർക്കാശുള്ളത്? ഇനി അതുമല്ലൊന്നും കണക്ക് വെക്കേണ്ട. ഏതായാലും പശുവും കയറും ഒക്കെ അത് ശുഭ ശകുനം കാണിക്കുക എന്നുള്ളതാണ്. ഇറങ്ങി പുറപ്പെടുമ്പോൾ ശുഭമായിട്ടൊരു സംഗതി കാണിച്ച് സന്തോഷമായിട്ട് പോവുക. ജീവിതമൊക്കെ പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയല്ലേ, നന്മ ഉണ്ടാവണ്ടേ. അങ്ങനെയൊക്കെ പതിവുണ്ട്. അതൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ തിരുവനന്തപുരത്തുകാരും ഇല്ല പോവുക, അവിടെ നിന്നും ഉണ്ടാവും. അങ്ങനെയൊക്കെ പല നാട്ടിലും പല ജാതി സദ്യാചാരങ്ങൾ പല നാട്ടിലും. അതിലൊരു സദ്യാചാരമാണ് ഇത്. ഒരു നന്മയുള്ള ആചാരമാണ് ഈ നല്ലത് കാണിക്കുക, അവര് നല്ലത് പരമാവധി നമ്മൾ നന്മയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ കുമാരന്മാര് വിവാഹമൊക്കെ കഴിഞ്ഞ് അച്ഛനോടും പുരോഹിതന്മാരോടും കൂടി മടങ്ങി പോരുന്ന സമയത്ത് ദുശകുനങ്ങൾ ചിലതൊക്കെ കണ്ടു. എന്താ കണ്ട ദുശകനം എന്നറിയാം? അത് കുറച്ച് കുറച്ച് കഷ്ടത്തിലായ ശകനാ കണ്ടു. അസൗമ്യ പക്ഷിണോ ഘോരാഹ മൃഗാശ്ചാപി പ്രദക്ഷിണാഹ. അസൗമ്യാഹ സൗമ്യന്മാരല്ലാത്ത പക്ഷികൾ. സൗമ്യന്മാരായ പക്ഷികൾ ആരൊക്കെയാണ്? സൗമ്യന്മാരായ പക്ഷികൾ ചെറിയ പക്ഷികൾ, കുരുവികൾ, അങ്ങനെയൊക്കെയുള്ള സൗമ്യതയുള്ള പക്ഷികളില്ലേ? ഇതല്ല അസൗമ്യാഹ പറഞ്ഞാൽ ഈ കഴുകൻ, ഈ പരുന്ത്, ഈ കടിച്ചു കീറുന്ന ജാതി സ്വഭാവമുള്ളവരൊക്കെ സൗമ്യന്മാരല്ലാത്ത പക്ഷികൾ. ആ ജാതി പക്ഷികളൊക്കെ ഘോരാഹ മൃഗാശ്ചാപി ഘോരമൃഗങ്ങൾ പശുവും അതുപോലെ ആടും അങ്ങനത്തെ ജന്തുക്കളൊന്നുമല്ല, ഘോരങ്ങളല്ല. പുലിയും കടുവയും അങ്ങനെയൊക്കെ ആവും. ഇവറ്റകളൊക്കെ എന്ത് ചെയ്യണോ? ആ വറ്റകളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരക്കാൻ പായണു എന്ന് മാത്രല്ല, കിമിതം ഹൃദയോൽക്കമ്പി മനോമമ വിഷീദതി. എന്താ അത് ഹൃദയോൽക്കമ്പി? ഹൃദയം എങ്ങനെ പട്ടപടക്കണോന്ന്, ഹൃദയം എങ്ങനെ പട്ടപട
കുഴപ്പമുണ്ടാക്കണം ജാതിയായിട്ടുള്ള ചില ദുശകുനങ്ങൾ. നമുക്ക് ചില ദുശകുനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നില്ലേ അങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പം. അപ്പൊ നമ്മളിങ്ങനെ രാവിലെ മുണ്ടൊക്കെ തോളത്തിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയായിരുന്നു, പഠിപ്പര ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഭാര്യ അതേ നോക്കൂട്ടോ കടുകില്ലാവുന്ന ഏട്ടാ കിബിന്ന് വിളിച്ചു. ഇറങ്ങുമ്പോ അവൾക്ക് കടുകുണ്ടാവില്ല. ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അതേ നോക്കൂ എന്നിട്ട് നോക്കണം. അപ്പൊ തിരിഞ്ഞു നോക്കിയാൽ എന്ത് പോയി? ഇനി വൈകുന്നേരം കടുക് പൊട്ടിച്ചില്ല, ചയ്യമ്മയുടെ കണ്ണും പൊട്ടിക്കുക, അത് വേറെ കാര്യം. അപ്പൊ അത് കണക്കാക്കിയിട്ടാണ് കടുകിന്റെ കാര്യം പാവം ഇറങ്ങുമ്പോഴെങ്കിലും പറഞ്ഞത്. അപ്പൊ കടുക് എന്ന് പറഞ്ഞ് ഇറങ്ങി കേട്ടില്ല എന്നുള്ള മട്ടിൽ ഇങ്ങോട്ട് കിടക്കുമ്പോൾ പഠിപ്പര ഇങ്ങോട്ട് കടന്ന പാടത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് എന്തുണ്ടായത്? ഒരു കറുത്ത പൂച്ച വേലങ്ങനെ എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക് തീരുമാനമായി. നമ്മൾ തോത്തിട്ട മുണ്ട് കൈത്തണ്ടേമേലിട്ട് ഇങ്ങോട്ട് വന്ന് കടുകിന്റെ ആളുടെ കണ്ണ് ഞാൻ മൈക്കെ കൂടി പറയാൻ കൊള്ളില്ല. ഏതാണ്ട് എല്ലാവർക്കും രൂപമായി തോന്നുന്നുണ്ട്. ശരിയല്ലേ? ഇത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ എന്തേപ്പം ഉണ്ടായ ബുദ്ധിമുട്ട്? പൂച്ച ഇങ്ങോട്ടേ നടുക്കിക്ക് ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് ഓട്ടി അങ്ങോട്ട് പോയേ. അല്ല വിശ്വക പൂച്ച ചാടിയതുകൊണ്ട് ദുശകുനം എന്നല്ലേ പറയേ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇനിയിപ്പൊ ആ പൂച്ചയ്ക്ക് ഇപ്പൊ എന്തേ തോന്നിയാവോന്ന്? പൂച്ച എവിടേക്കോ കാര്യമായിട്ട് പോകുമ്പോഴാണ് വെള്ളക്കുപ്പായിട്ട് നമ്മൾ ഇറങ്ങിയത്. ഇപ്പൊ അതിന് വല്ല വിശകുണ്ടായോ എന്ന് ആർക്കാശ്ചല ആരുണ്ടതൊക്കെ ചിന്തിക്കാനില്ലേ? ഇപ്പൊ പറഞ്ഞു വരച്ച് ഇങ്ങനത്തെയൊക്കെ ചില സംഗതികൾ ദുശകുനങ്ങൾ നമ്മളെ വല്ലാതെ ബാധിക്കും, മാനസികമായിട്ട് വല്ലാതെ ചിന്തിപ്പിച്ച് ക്ലേശിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇതിപ്പം കിമിതം ഹൃദയോൽക്കമ്പി വെപ്രാളം ഉണ്ടാക്കണമല്ലോ. എന്താ രാജ്ഞോ ദശരഥസ്യൈതൽ ശ്രുത്വാ വാക്യം മഹാമുനി. അപ്പം ചോദിച്ചു, മഹർഷിമാരോട് ചോദിച്ചു, മഹർഷിമാരെ എന്താ ഈ ദുശകുനം എങ്ങനെ കാണണത്? എന്തെങ്ങനെ കാണണത്? ആരോട് ചോദിച്ചു? ഈ മഹർഷിമാരോട് ചോദിച്ചേ. അവ വസിഷ്ഠരും വാമദേവരൊക്കെ പറഞ്ഞു. ഉവാച മധുരാം വാണി, വളരെ സൗമ്യമായ ഭാഷയിൽ പറഞ്ഞു. അതായത് ശ്രൂയതാം, കേട്ടോളൂ, ഫലം. അവർ നല്ല ജ്യോതിഷമൊക്കെ പഠിച്ചവരാണ്. അപ്പൊ നിമിത്തം എന്ന് പറയുന്നത് അതിന് പറയാ നിമിത്ത ദർശനം എന്നാ പറയും. നിമിത്തത്തിന് ഫലം പറയും. നമ്മൾ പ്രശ്നം വെക്കാനൊക്കെ വലിയ ജ്യോത്സ്യന്മാരെയൊക്കെ ചെന്ന് വിളിക്കാം. അമ്പലത്തിലെ പ്രശ്നം വെക്കാൻ, കുടുംബത്തിൽ എന്തെങ്കിലും സ്വർണ്ണ പ്രശ്നം, താമ്പൂല പ്രശ്നത്തൊക്കെ വെക്കുമ്പോൾ നമ്മൾ വന്നിട്ട് ഇങ്ങനെ ജ്യോത്സ്യരെ അടുത്ത് വന്നിട്ട് അതേ ജ്യോത്സ്യരെ എന്താ മൂക്കിനൊരു വയ്യായ? അദ്ദേഹം ഈ വന്നവര് പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും. വന്നവര് നിൽക്കണത് എവിടെയാ നോക്കും. വന്നവനെടുത്ത് തട്ടിക്കളിക്കുന്നത് തൻ്റെ മേശയുമ്പോഴത്തെ എന്താ നോക്കും. ഓരോരുത്തരുടെയും സൂക്ഷ്മം നോക്കി വെക്കും. എന്നിട്ട് ഇവർ പോയി അദ്ദേഹം അതൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് അവിടെ കുറിച്ച് വെക്കും. നിമിത്താണത്. എന്താണ് നിമിത്തങ്ങൾ? ചിലപ്പോൾ ആദ്യം വന്നയാൾ എന്ത് ചെയ്യും? ജ്യോത്സ്യരെ അതാ. അപ്പൊ അതൊരു നിമിത്താണ്. അതാണ്. വേറെ ചിലര് അങ്ങോട്ട് പറയാ ഞങ്ങൾക്ക് മൂക്ക് ചൊറിഞ്ഞിട്ട് വയ്യ. ആർക്ക്? വിളിക്കാൻ വന്നേക്കെ. അതൊരു നിമിത്താണ്. ആ ചൊറിച്ചിലുള്ള കൂട്ടാവേ. ഓരോ നിമിത്തങ്ങളാണ്. നിമിത്തം ഒക്കേറ്റിനും ഫലണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ ചോദിക്കും. എന്ത് വിശ്വാസാച്ചാ കുട്ടികളോ? നമുക്ക് ചിലതൊക്കെ അന്ധവിശ്വാസം, ചിലതൊക്കെ നല്ല വിശ്വാസമാണ്. ഇപ്പൊ ഈ നല്ല മഴക്കാറ് കണ്ട് ഇരുട്ട് മൂടി ഇങ്ങോട്ട് വന്നു, കലശലായിട്ട് ഇങ്ങനെ ഇരുട്ട് മൂടി വരിക. നമ്മൾ എന്ത് ചെയ്യും? സ്ത്രീകളാ ചന്ത ചെയ്യാം. തൽക്കാലം ഒന്നും ചെയ്യില്ലല്ലേ? എന്താ ചെയ്യുക? മിറ്റത്ത് ഉണക്കാൻ്റെ മുണ്ടൊക്കെ വാരി വലിച്ച് ആകത്തേക്ക് കൊണ്ടുപോയി വെക്കും. ഉണക്കാൻ്റെ വല്ല കൊപ്പറയോ വിളിച്ചുണ്ടെങ്കിലോ നാളികേരോ അതോ ഇതോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണക്കാണ്ടൊക്കെ വാരി വലിച്ച് എന്തിനാ? ആരാ പറഞ്ഞത്? ആര് പറഞ്ഞ്? വടക്കാലം നാരായണൻ നായരോ? അച്ഛനോ? ആരത് പറഞ്ഞത്? മഴ പെയ്യുന്നു. എന്നിട്ടൊക്കെ വാരി അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയില്. അപ്പൊ പറയാം വെറുതെ. അപ്പൊ അതോ ശരിയാ തെറ്റോ? ഇങ്ങനെ ഉണ്ടാവാറില്ലേ? അപ്പോ ഈ ഇരുണ്ട് മൂടി മഴക്കാറ് കൂട്ടിക്കെട്ടി വന്നാൽ മഴ പെയ്യും എന്ന്. അപ്പൊ മഴ പെയ്യ എന്ന ക്രിയ ഉണ്ടാവണതിന്റെ മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടാവണുണ്ട് എന്നുള്ളതിനെ നമുക്ക് സൂചന നൽകണ ഒരു അടയാളാണ് എന്ത്? ഈ ഇരുട്ട് മൂടി മഴക്കാറ്. അതൊരു നിമിത്താണ്. അത് നിമിത്താണ് നമ്മൾ പറയാത്തതിന്റെ കാരണം എന്താ ചോദിച്ചാൽ, പെറ്റ് വീണ് വളർന്ന് ഓർമ്മ വെച്ച നാള് തൊട്ടിപ്രായം വരെ നിരന്തരം കണ്ട് ശീലിച്ച് വശായ നിമിത്തായതുകൊണ്ട് നമുക്കത് എന്തല്ല? നിമിത്തല്ല. മനസ്സിലാവില്ലേ? അപ്പൊ നിമിത്തങ്ങളെ പറഞ്ഞാലും ഒന്ന് വരാൻ പോകണമെന്നുള്ളതിന് തൊട്ട് മുമ്പ്, അതുപോലെ ഈ നല്ല ഇടിവെട്ടൊക്കെ ഉണ്ടാവണതിന്റെ മുമ്പ് അന്തരീക്ഷങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ തുലാമാസത്തിലൊക്കെ ഇങ്ങനെ ചൊകന്നനെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ചുമന്ന നിറം വരും. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞൊരു വിണ്ട് കയറുന്ന ജാതി ഇടിയും വെട്ടുകെട്ടില്ലേ? അപ്പോഴേക്ക് കാരണവന്മാരൊക്കെ പറയും കുട്ടികളെ നിലമൊക്കെ ചുമന്നിരിക്കണോ, അകത്തേക്ക് കയറി പോകുന്നോളൂ എന്ന് പറഞ്ഞിട്ടില്ലേ? അകത്തേക്ക് കയറുമ്പോഴേക്ക് എന്തുണ്ടാവും ചെയ്യും?
അപ്പൊ ഈ കാരണവന്മാർക്ക് ഈ വിവരം കിട്ടിയത് ആകാശത്തു നിന്നോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മറ്റേയാളെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും കിട്ടിയ വിവരമല്ല. അവർ കുട്ടിക്കാലം മുതൽ കണ്ടനുഭവിച്ച് പരിചയമായിട്ട് അത്രയ്ക്കും ഇങ്ങോട്ട് പരിചയപ്പെട്ട വിഷയമായതുകൊണ്ട് അവർ സുലഭമായിട്ട് എന്ത് ചെയ്യും, അത് പറഞ്ഞത് നിമിത്താണത്. അത് നമുക്ക് നിമിത്താണ്. പക്ഷെ ഇതെന്തല്ല, അതുപോലെ ഓരോന്നും ഉണ്ടാവാൻ പോണതിന്റെ മുമ്പ് എന്തുണ്ടാവും, അതിന് പണ്ടൊരു സുനാമി ഉണ്ടായില്ലേ നമ്മുടെ നാട്ടില്. നമ്മൾ സയൻസൊക്കെ പഠിച്ചാൽ നമ്മളെ കടലിൽ നമ്മൾ പറഞ്ഞു നിന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തായി, വായിൽ വെള്ളം കയറി നമ്മളൊക്കെ പിന്നെ മുഴുവൻ വെള്ളം കയറി ചത്തും പോയി. എന്നാ വല്ല ദ്വീപിലൊക്കെ ഉണ്ടാവും വെള്ളം പോയിട്ട് സ്കൂൾ കാണാതെ ഉടുക്കാൻ പോലും നിശ്ചന ചേമ്പിൻ്റെ ഇലയും എന്തിൻ്റെ ഇലയൊക്കെ വെച്ച് കെട്ടി നടക്കണേ. ഈ കാട്ടാള ജാതിയിൽ നടക്കുന്ന മനുഷ്യന്മാരുണ്ട്, അവർ ഒറ്റയൊന്നും ചത്തില്ല. അവരെന്തുണ്ടായി, അവർ കുറച്ച് ദിവസം മുമ്പ് തന്നെ കുന്ന് കയറിപ്പോയി. നമ്മൾ സയൻസ് പഠിച്ച് നമ്മൾ ചത്തും പോയി. സയൻസ് പഠിക്കാത്ത കാട്ടാളന്മാര് ഇപ്പോഴും ഉണ്ട് അവിടെ ഇരിക്കണം. നാക്കാരികളും ആനകളും ജന്തുക്കളും പശുക്കളും കാട്ടിലുള്ള ജന്തുക്കളൊക്കെ എന്ത് ചെയ്തു, കുന്നിന്റെ മുകളിൽ കയറിപ്പോയി. സയൻസ് പഠിച്ച നമ്മള് സയൻസ് പഠിച്ചാൽ പറയുമ്പോൾ ഒരു വിഷമം ഇല്ലേ, നമ്മളെത്ര സയൻസ് പഠിച്ചിട്ടുണ്ട്, നമ്മളെന്തായി ചത്തും പോയി. ആലോചിച്ച് നോക്കൂ. അപ്പം നമ്മൾ പഠിച്ച ഈ സയൻസ് പഠിപ്പിനേക്കാളും ഉപരിയായിട്ട് അവർക്ക് അവരുടേതായ ഒരു ജൈവ പരിസ്ഥിതിയായിട്ടുള്ള ബന്ധം കൊണ്ട് കിട്ടുന്ന ചില ജൈവിക വിവരങ്ങളുണ്ട്. അതല്ല ആനയൊക്കെ എന്ത് സയൻസാ പഠിച്ചത്, ഈ കാട്ടുപോത്തും മറ്റു ജന്തുക്കളൊക്കെ അവരൊന്നും ചത്തില്ലല്ലോ, അവരൊക്കെ കയറി പോയില്ലേ കുന്നിന്റെ മുകളിലേക്ക്. സൂചന കിട്ടിയിട്ട് എന്ത് സൂചന, അതായത് പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ചില നിമിത്ത സൂചനകളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ ഈ ഭൂമി കുലുങ്ങാറായാൽ ജപ്പാനിലൊക്കെ പൂച്ചോളൊക്കെ അങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കും അത്ര വെപ്രാളം കാണിച്ചിട്ട്. ജപ്പാനിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങുമല്ലോ, അവിടുത്തെ പ്രകൃതി അങ്ങനെയാണ്. അപ്പൊ അവർ പൂച്ചോളെ വളർത്തും അത്രേ. അപ്പൊ ഈ പൂച്ച വെപ്രാളപ്പെട്ട് വീടിന്റെ ചുറ്റും ഓടിപ്പാഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പരക്കാൻ പായുന്നത് കണ്ട വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും, കുപ്പായി വിട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് നിൽക്കും. എന്തിനത് ഇല്ലെങ്കിൽ പിന്നെ പെട്ടിയിലാക്കി പുറത്തേക്ക് വെക്കേണ്ടി വരും. ചത്തുവില്ലേ, വീടൊക്കെ ഇടിഞ്ഞു വേണ്ട. അപ്പൊ അവര് ഒരു മുൻകരുതലാണ് അത്. അപ്പൊ ഈ ജന്തുക്കൾക്ക് ഓരോന്നിനും അതിൻ്റെതായ ഈ നിമിത്തം എന്ന് പറയുന്നത് അന്ധവിശ്വാസമൊന്നും കൂട്ടണ്ടാവുന്നാവും. ചിലത് മഴക്കാലം നമുക്ക് അന്ധവിശ്വാസമല്ല ഇത്. അപ്പൊ ഓരോന്നിനും നിമിത്തങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ശാസ്ത്രമാണ് ഈ നിമിത്ത ശാസ്ത്രം. അതാ അവർ പറയണു. ചിലപ്പോൾ അത് നമ്മൾ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ, വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട. നമ്മൾ അങ്ങനെയാണല്ലോ, വേണ്ട ചിലപ്പോൾ ഒന്നും വിശ്വസിക്കുക. ചിലത് ഇങ്ങനെ അവനവൻ്റെ അടുക്കളയ്ക്ക് കയറി പറയാൻ തുടങ്ങിയപ്പോ പിന്നെയൊക്കെ വിശ്വാസമായി. എന്താ കാരണം, ശരിയല്ലേ? അത്രയേ ഉള്ളൂ, നമ്മുടെ കഥയൊക്കെ അത്രയേ ഉള്ളൂ. പറഞ്ഞു വന്നത് എന്താ ചോദിച്ചാൽ, ഈ നിമിത്തങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു, ഗുരുനാഥമാരെ എന്താ അത് ചോദിച്ചു. അപ്പൊ വിശ്വാമിത്ര ഈ വസിഷ്ഠ മഹർഷിയും വാമദേവ മഹർഷിയും കൂടി പറഞ്ഞു, രാജാവേ അങ്ങ് ചില അനിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, എന്നാലും പേടിക്കേണ്ട, അവിടേക്കൊക്കെ നേരെയായിക്കോളൂ എന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്, ചില അനിഷ്ടങ്ങൾ ഉണ്ടാവാൻ പോണതിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ അനിഷ്ടങ്ങൾ ഉണ്ടായാലും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ നേരെയായിക്കോളും, പരിഭ്രമിക്കണ്ട എന്ന് പറഞ്ഞു. അതെന്ത് വേണ്ടോ, ഈ അനിഷ്ടങ്ങളെ ഈ ജന്തുക്കളൊക്കെ കൂടെ ശമിപ്പിക്കുകയാണ്. ഈ വരാൻ പോണ ദുരിതങ്ങളില്ലേ, ആ ദുരിതങ്ങളെ ഈ ജന്തുക്കളും പക്ഷികളൊക്കെ ഇങ്ങനെ ആ ദുരിതങ്ങളെ ശമിപ്പിക്കാനാണ് പറ്റുള്ള വിചാരി സഞ്ചരിക്കണത് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വന്നപ്പോഴേക്ക് എന്തായി ചോദിച്ചാൽ, ആകെ കൂടി അവിടെ ഇങ്ങോട്ട് ഇരുട്ട് മൂടി പൊടി നിറഞ്ഞ് ഒന്നും കാണാൻ പറ്റാണ്ടേ. സൈന്യത്തിന്റെ പൊടി മാത്രമല്ല, ഈ കുതിരയുടെയും ആനയുടെയും കാലിന്റെ ചോട്ടുന്ന പൊന്തണം പൊടി മാത്രല്ലേ, ആകെ പൊടി പറന്ന് പരസ്പരം കാണാത്ത മട്ടിലായിട്ട് അങ്ങോട്ട് മൂടി. മഞ്ഞൊക്കെ മൂടിയ നമ്മൾ ഈ ധനുമാസത്തിലൊക്കെ പണ്ട് കണ്ടിട്ടില്ലേ, ധനു മകരമാസത്തിലൊക്കെ അയ്യാ മഞ്ഞ് വന്ന് മൂടിയാൽ ചിലപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് നിൽക്കണവരെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കാണില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ മഞ്ഞൊന്നുമില്ല. ഉത്തരേന്ത്യയിലൊക്കെ പോയി എപ്പോഴും കണ്ടിട്ടില്ലേ, മഞ്ഞ് കാരണം വണ്ടികൾ കൂട്ടിയിടിച്ചു, അപകടം ഉണ്ടായി എന്നൊക്കെ. അവിടെ ഇവിടെ നിൽക്കുന്ന വണ്ടിക്കാർക്ക് തമ്മിൽ മനസ്സിലാവില്ലേ, എന്താ കാരണം, അത്രയ്ക്ക് കണ്ണ് കാണായവര്. അതുപോലെ അന്തരീക്ഷം അങ്ങോട്ട് മൂടി എന്നാ പറഞ്ഞത്. മൂടിയ സമയത്ത് എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടാവാൻ പോണ നിശ്ചയില്ലാതെ എല്ലാരും കൂടി ഇങ്ങനെ നോക്കി അന്താളിച്ച് നിൽക്കുന്ന സമയത്താണ് ആ പൊടിപടലത്തിന്റെ ഇടയ്ക്ക് ഒരു രൂപം അങ്ങനെ വരണു. അമ്പോ വലിയ ജാതി ജടയൊക്കെ അങ്ങനെ വെച്ച് കെട്ടിയിട്ട് കണ്ണൊക്കെ അങ്ങനെ മിന്നി തിളങ്ങണു. അങ്ങനെ ജട അങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ കിടക്കണത് കണ്ടത് ഭീകരൻ തന്നെ, ഒന്നും പറയണ്ട. ദദരിശ ഇങ്ങനെ ഒരു സാധന കണ്ടത്. ദദരിശ ഭീമസങ്കാശം ജടാമണ്ഡലധാരിണം ഭാർഗവം ജാമദഗ്നിം തം രാജരാജവിമർദ്ദനം. അമ്പോ ഒന്നും പറയണ്ട. ആരെയാ കണ്ടത്? ജമദഗ്നിയുടെ മകൻ പരശുരാമനെയാ കണ്ടതേ. അദ്ദേഹം ഇങ്ങനെയുള്ള ജടാമണ്ഡലധാരൻ ജടയും ഒക്കെ വെച്ച് കെട്ടിയിട്ടുള്ള ആളാണ്, ഒന്നും പറയണ്ട. ഭാർഗവനെ കണ്ടു. രാജരാജവിമർദ്ദിനം, ചക്രവർത്തിമാരെ അദ്ദേഹം 21 തലമുറ ക്ഷത്രിയന്മാരെ കൊന്ന രക്തം കൊണ്ട് തീർത്ഥം ഉണ്ടാക്കിയിട്ട് അച്ഛൻ്റെ പിണ്ടം കഴിച്ച ആളാണേ. അയാളപ്പോ പഠിക്കുക വരുന്നത്. ക്ഷത്രിയന്മാരെ കണ്ടുകൂടാ ആർക്ക്? പരശുരാമന് ക്ഷത്രിയന്മാരെ കാണാൻ വയ്യ, കണ്ട കൊല്ലും. ക്ഷത്രിയന്മാരുടെ വിരോധമുണ്ടേ. പണ്ട് നമ്മുടെ കർണൻ തന്നെ വിദ്യ പഠിക്കാൻ പോയത് എങ്ങനെയാ അദ്ദേഹത്തിന്റെ അടുത്ത്. കർണൻ വിദ്യ പഠിക്കാൻ പോയില്ലേ,
അപ്പൊ അദ്ദേഹം ചോദിച്ചു, സാധാരണ വില്ലും അമ്പും വിദ്യ പഠിക്കാൻ വരെ ക്ഷത്രിയന്മാരല്ലേ, അപ്പൊ അദ്ദേഹം ക്ഷത്രിയന്മാരെ പഠിപ്പിക്കില്ല. അപ്പൊ പരശുരാമൻ ചോദിച്ചു, കർണനോട് ചോദിച്ചു, എന്താ ഇല്ലപ്പേരെന്താ ചോദിച്ചു. അപ്പൊ എന്തോ ഒരു ഇല്ലപ്പേര് പറഞ്ഞു. നമ്പൂരിയാണോ ചോദിച്ചു. ഉവ്വേ എന്നും പറഞ്ഞു. അങ്ങനെയാ തുടങ്ങിയത്. പിന്നെ മനസ്സിലായത് സൂതപുത്രനാണെന്ന് മനസ്സിലായപ്പോണ്ടായ പരാക്രമശാലി. കണ്ടിട്ടില്ലേ അത്? അത്രയ്ക്ക് വിരോധാണ് ആരോട്? ക്ഷത്രിയന്മാരുടെ വലിയ വിരോധാണേ. അദ്ദേഹം ക്ഷത്രിയന്മാരെ കണ്ടോടാ. ക്ഷത്രിയന്മാരുടെ മുമ്പിക്കാണ് ആര് വന്നിരിക്കണത്? ഈ രാമനായിക്കോട്ടെ, ഈ ദശരഥനായിക്കോട്ടെ, ഒക്കെ ക്ഷത്രിയന്മാരല്ലേ. ഒക്കെ പേടിപ്പിക്കണ ജാതി സമ്പ്രദായം. ജ്വലന്തമീവ തീ കത്തി